സുപ്രീം കോടതിയിൽ ഇന്ന് വാർത്ത വരുന്നത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ഇപ്പോൾ എന്തിനെന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ ആധാർ ഒഴിവാക്കിയത് എന്തിനെന്നും സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. അതേസമയം ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. അപ്പോൾ പുറത്തു വരുന്നത് എന്താണ്? ഇവരുടെ ഉദ്ദേശം പൗരത്വം തെളിയിക്കുക എന്നതാണ്. അതായത് ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ മറ്റൊരു മുഖമാണ് ഈ തീവ്ര പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ഹർജിക്കാർക്കൊപ്പമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിഗമനങ്ങൾ, നിലപാടുകൾ, നിരീക്ഷണങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നു. സിബി കൂടി ചേരുകയാണ്. സിബി, ഇപ്പോൾ ഈ തീവ്ര പരിഷ്കരണം എന്തിനെന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. കോടതി ഹർജിക്കാർക്കൊപ്പമാണ് എന്നും പറഞ്ഞു വെക്കുന്നു. പക്ഷേ മറുപടി പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഉള്ളിലിരിപ്പ് പറയേണ്ടി വന്നു. പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ആധാർ കാർഡ് ഒഴിവാക്കിയിരിക്കുന്നത്, ആധാർ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ലെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വരികയാണ് പരസ്യമായി. മനു, തീർച്ചയായും സുപ്രീം കോടതി ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പരാമർശങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രധാനമാണ്. കാരണം ഈ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ ഒരു പൗരത്വം തെളിയിക്കുന്നതിനുള്ള നിർണായകമായ രേഖയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. അതേസമയം തന്നെ ഹർജിക്കാർ ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ തന്നെയും ഈ പൗരത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു സ്വീകരിക്കണം. മാത്രമല്ല ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലുള്ള 11 രേഖകളിൽ ഈ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും 4 കോടിയിലധികം ആളുകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത, ഈ വോട്ടർ പട്ടികയുടെ ലിസ്റ്റിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നും കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ വ്യക്തമാക്കി. ഈ സമയത്താണ് ഈ ബീഹാറിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ എന്തിനാണ് തിടുക്കത്തിൽ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത്. എന്തായാലും ഈ ഹർജിക്കാരുടെ ഇത്തരം ഭാഗത്തോട് തനിക്ക് യോജിപ്പുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ വോട്ടവകാശം ഇല്ലാതാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഹർജിക്കാർ പ്രധാനമായും ഉദ്ദേശിച്ചത്. ഈ വോട്ടവകാശം ഇല്ലാതാക്കുക മാത്രമല്ല സിബി, ആ മനുഷ്യർക്ക് ഇത്രയും നാൾ ജീവിച്ച മണ്ണിൽ അവരുടെ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ തീവ്ര പരിഷ്കരണം എന്ന് പറയുന്നത്. അതിലേറെ ഗൗരവതരമാണത്. തീർച്ചയായും മനു, അത് തന്നെയാണ് ഈ ഹർജിക്കാരെല്ലാം തന്നെയും ഇതിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതായത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ വോട്ടർ പട്ടികയിൽ വീണ്ടും 2003 ശേഷം ഉള്ളവർ പൗരത്വം തെളിയിക്കണം, 2003 മുൻപുള്ളവർ അവർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകണം. ഇതെല്ലാം തന്നെയും ഈ വെറും 2 മാസത്തിനുള്ളിൽ തന്നെ നടത്തണമെന്നുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അത് വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്നും നിരവധി വോട്ടർമാർ പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഈ പ്രധാനമായും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത്. ആ സമയത്തെല്ലാം തന്നെയും ഇത് ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലും ഡോക്ടർ മനു അഭിഷേക് സിംഗ്വിയും ഗോപാൽ ശങ്കർ നാരായണനും അടക്കമുള്ളവരാണ് ഇന്നിപ്പോൾ ഈ വിഷയം സംയുക്തമായി ഉന്നയിക്കുകയും വാദം തുടരുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് ഇത്തരത്തിൽ എന്തിനാണ് പെട്ടെന്ന് സമഗ്രമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം പെട്ടെന്ന് നടത്തുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11 രേഖകളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിൽ ആധാർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പറയുന്ന രേഖകളിൽ പകുതിയും ആ നാട്ടിലെ മനുഷ്യരുടെ കൈകളിലില്ല. ജനന സർട്ടിഫിക്കറ്റ് ഉള്ളത് ഏകദേശം അവിടുത്തെ 8 കോടി ജനങ്ങളിൽ ജനന സർട്ടിഫിക്കറ്റ് ഉള്ളത് 2.5% മാത്രമാണ്. പാസ്പോർട്ട് ഉള്ളത് 4.5%. ഈ രേഖകളൊന്നുമില്ല. ഈ മനുഷ്യർ എവിടെ ചെന്നുണ്ടാക്കും? ഈ ജൂലൈ 26 മുമ്പ് ഇത് ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഈ പറയുന്ന 2.25 കോടിയോളം വരുന്ന മനുഷ്യർ വോട്ടവകാശത്തിന് പുറത്താണ്. വോട്ടവകാശത്തിന് പുറത്തു പോകുന്നു എന്ന് മാത്രമല്ല, ഇത്രയും കാലം അവർ ജനിച്ച് ജീവിച്ച മണ്ണിൽ നാളെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ഈ രേഖകൾ അവർ എവിടുന്ന് സംഘടിപ്പിക്കും? ആ ആശങ്ക തന്നെയാണ് സുപ്രീം കോടതിയും പ്രകടിപ്പിച്ചത്. തീർച്ചയായും ഇന്നിപ്പോൾ ഈ ഒരു വാദത്തിനിടെ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് ഈ ബീഹാർ സർക്കാരിന് തന്നെ ഒരു സർവേ കാണിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കൃത്യമായ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. അതായത് പാസ്പോർട്ട് ഉള്ള ആളുകൾ ബീഹാറിൽ 2.5% മാത്രമേ ഉള്ളൂ. മെട്രിക്കുലേഷൻ പാസ്സായ ആളുകൾ 14.71% മാത്രമേ ഉള്ളൂ. വനാവകാശ സർട്ടിഫിക്കറ്റ് ഉള്ള ആദിവാസികളടക്കമുള്ളവർ വളരെ കുറവാണ്. താമസ സർട്ടിഫിക്കറ്റ് ഉള്ളവർ വളരെ കുറവാണ്. OBC സർട്ടിഫിക്കറ്റ് ഉള്ളവർ വളരെ കുറവാണ്. അങ്ങനെ ഏറ്റവും വിദ്യാഭ്യാസ മേഖലയിലും പിന്നോക്ക വിഭാഗങ്ങളുള്ള ആളുകളാണ് ഈ ഒരു വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്നും പുറത്തുള്ള ഒരു സാധ്യത എന്ന് കൃത്യമായി ഈ ഒരു ഇതിലെ കണക്കുകൾ പ്രകാരം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കപിൽ സിബൽ അടക്കമുള്ളവർ ഇതിന് വാദിച്ചത്. എന്നാൽ പിന്നീട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ആധാർ ഒഴിവാക്കിയതെന്ന് കോടതി ചോദിക്കുമ്പോൾ ആധാർ എന്ന് പറയുന്നത് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്ന മറുപടിയാണ് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നതിനപ്പുറത്തേക്ക് NCRന്റെ, അതായത് ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ മറ്റൊരു രൂപമാണ് എന്ന പ്രതിപക്ഷ ആക്ഷേപത്തെ ശരിവെക്കുന്നതല്ലേ ഇന്ന് സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ മറുപടി?
മനു, തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാത്രം ഒരു നിഗമനമല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിലപാടാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കൃത്യമായി സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. അതായത് ബീഹാറിലെ ഈ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ എന്തുകൊണ്ട് ആധാർ ഒഴിവാക്കി എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചപ്പോഴാണ് ഈ ആധാർ കാർഡ് പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ പട്ടിക പുതുക്കിയ ശേഷം കോടതിക്ക് ആ പരാതികൾ കേൾക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും കോടതി ഇപ്പോൾ ഈ പരാതി കേൾക്കുന്നതിനുള്ള ഒരു അതിർത്തി പ്രകടമാക്കുകയും ചെയ്തു. ആ സമയത്ത് എന്നാൽ പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു കോടതിക്കും ഇതിൽ തൊടാൻ പോലും പറ്റില്ല എന്ന് രണ്ടംഗ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ആധാറും തെരഞ്ഞെടുപ്പ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിബി, അതായത് ഈ പട്ടികയെ അല്ലെങ്കിൽ ഈ തീവ്ര പരിഷ്കരണത്തെ അനുകൂലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ച ഒരു വാദത്തെയും സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നതാണ് അല്ലേ? തീർച്ചയായും ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില ചോദ്യങ്ങളാണ് സുപ്രീം കോടതി പ്രധാനമായും ചോദിച്ചത്. ഒന്ന്, എന്തുകൊണ്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നു? മറ്റൊന്ന്, എന്തുകൊണ്ട് ഈ ആധാർ കാർഡ് ഇതിലൊരു പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ ഒരു സുപ്രധാനമായ രേഖയായി പരിഗണിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ഇതേ സമയത്ത് തന്നെ കപിൽ സിബൽ അടക്കമുള്ളവർ വാദിച്ചത് ഈ ആധാറും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡെല്ലാം തന്നെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയതാണ് പ്രധാന പ്രശ്നം. ഒരു പൗരനാണോ എന്ന് തെളിയിക്കേണ്ട ചുമതല വോട്ടർക്കില്ല എന്നും കപിൽ സിബൽ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുകയും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിന് മുൻപ് ആ പൗരനല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ കമ്മീഷൻ കാണിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് കപിൽ സിബൽ അടക്കമുള്ള അഭിഭാഷകർ ഈ വാദത്തിനായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. എന്തായാലും ഈ പട്ടികയുടെ സമഗ്ര പരിശോധന ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണെന്നും ആണെന്ന ഒരു കാര്യമാണ് ഇത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഈ കമ്മീഷന്റെ വാദങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ആർക്കും വോട്ടവകാശം ഇല്ലാതാക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഹർജിക്കാർ വാദിക്കുകയും ആ ഹർജിക്കാരന്റെ ഈ വാദത്തോട് പൂർണ്ണമായി യോജിപ്പാണെന്ന് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. ഈ പ്രത്യേകമായ വോട്ടർ പട്ടിക ഇപ്പോഴും ഈ കേസിൽ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇപ്പോൾ കോടതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ഈ കേസിൽ വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇതിൽ ശങ്കരനാരായണൻ അടക്കമുള്ള ഈ അസോസിയേറ്റഡ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ അടക്കമുള്ള ശങ്കരനാരായണ പോലുള്ള അഭിഭാഷകൻ ആദ്യം വാദിച്ചത്. പിന്നീട് ആർജെഡിക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. പിന്നീട് മനു അഭിഷേക് സിംഗ്വി വാദിച്ചു. പിന്നീടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം വന്നത്. ഇപ്പോഴും ആ വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ് മനു. സാധാരണഗതിയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചൊക്കെ പറയുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുള്ള നിഷ്പക്ഷമായ സംവിധാനം എന്നാണ്. പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം അതൊക്കെ ഭരണത്തേക്ക് വെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് പകരം അത് മോദി സർക്കാരിന്റെ BJPയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായി മാറുന്നതിന്റെ ഒരു ദുരന്തമാണോ സിബി ഇത്തരത്തിലുള്ള നടപടികൾ? BJPയുടെ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ എന്താണോ അത് നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഉപയോഗിക്കുന്നതിന്റെ ഒരു ദുരന്ത ഫലമാണോ ഇപ്പോൾ ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? മനു, തീർച്ചയായും. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിർദ്ദേശപ്രകാരം 11 രേഖകളാണ് ഈ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ 11 രേഖകളിൽ ആധാർ കാർഡോ റേഷൻ കാർഡോ ഐഡന്റിറ്റി കാർഡോ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ ജനനസ്ഥലവും ജനനതീയതിയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന രേഖ വേണം. അവരുടെ മാതാപിതാക്കളുടെ രേഖ, അവർ ജനിച്ച സ്ഥലം ഉൾപ്പെടെയുള്ള രേഖകൾ വേണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഈ 11 രേഖകൾ എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് കിട്ടാൻ സാധ്യമായ ഒരു സർക്കാർ രേഖയല്ല എന്നുള്ളത് ആ 11 രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പാസ്പോർട്ട് അടക്കം അവർ ചോദിക്കും. 26 മുമ്പ് സമർപ്പിക്കുകയും വേണം ഇതെല്ലാം കൂടി അല്ലേ? അത് ഈ വരുന്ന ഈ ഓഗസ്റ്റ് 1 ആദ്യ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷം അവിടെ നിന്നും ഈ വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയവർക്കായി വീണ്ടും ഒരു സെപ്റ്റംബർ 30 വരെ, അതായത് 2 മാസം മാത്രമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് 8 കോടി വോട്ടർമാർ ഈ പൗരത്വം തെളിയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരി. അതാണ് തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നതും ഈ പൗരത്വ. ഏതായാലും സുപ്രീം കോടതി അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത് നന്നായി. നമുക്ക് ആ വാദം പുരോഗമിക്കുന്ന മുറയ്ക്ക് കോടതിയുടെ ബാക്കി ചോദ്യങ്ങൾ, ബാക്കി നിലപാടുകളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. സിബി, അല്പസമയത്തിനകം 1 മണി വാർത്തയിൽ ഇതിന്റെ സമഗ്ര വിവരങ്ങളിലേക്ക് സിബി തന്നെ നമ്മളോടൊപ്പം ചേരണം. സിബിയിലേക്ക് എത്താം.